students, welcome back to Bosco Campus Vision. In the last session we were dealing with fundamental analysis, so we will continue with the topic, and in this session we have intrinsic value, decision on intrinsic value, EIC analysis framework and the steps in fundamental analysis. We had already discussed about intrinsic value in the last session, so now once again, what do you mean by intrinsic value? Intrinsic value is a measure of what an asset is worth. As we have said, intrinsic value is a measure of what an asset is worth. ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റീൻ്റെ യഥാർത്ഥ വാല്യൂവിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫണ്ടമെൻ്റൽ വാല്യൂ. സോ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ വാല്യൂ എന്നാണ്. ആൻഡ് ദിസ് ഇൻട്രിൻസിക് വാല്യൂ ഇസ് കാൽക്കുലേറ്റഡ് through fundamental analysis so as to identify the mispriced securities. Mispriced securities identify ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. And on the basis of this value, an investor decides whether to buy or sell a particular share or stock he holds. സോ ഒരു ഇൻവെസ്റ്ററിന് ഒരു ഷെയർ വിൽക്കണോ വാങ്ങണോ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുന്ന ഒരു മെയിൻ വാല്യൂ ആണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്ന വഴിയാണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ദ ഡിസിഷൻ മെയ്ഡ് ഓൺ ഇൻട്രിൻസിക് വാല്യൂ. ഒരു ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ബേസിസിൽ ഒരു ഇൻവെസ്റ്റർ എടുക്കുന്ന ഡിസിഷനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. So a investor just compares the current market price with the intrinsic value so as to decide whether to buy or sell a particular share. So ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസും ഇൻട്രിൻസിക് വാല്യൂവും തമ്മിലുള്ളൊരു കമ്പാരിസൺ. സോ പല കാരണങ്ങളാൽ മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ആവാം, ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം, അങ്ങനെ പല കേസസ് ഉണ്ടാവാം. അതിനെയാണ് നമ്മൾ മിസ്പ്രൈസ്ഡ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് മിസ്പ്രൈസ് ആവുന്നത് ഈ ഫ്ലക്ച്വേഷൻസ് കാരണമാണ്. ബട്ട് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഷെയറിൻ്റെ യഥാർത്ഥ വാല്യൂ അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യത്തിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആക്ച്വൽ വാല്യൂ വി വിൽ കമ്പയർ ഇറ്റ് വിത്ത് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. സോ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ വെദർ എ സെക്യൂരിറ്റി ഈസ് അണ്ടർ പ്രൈസ്ഡ് ഓർ ഓവർ പ്രൈസ്ഡ്. So how we can identify it, or how we make decisions regarding this comparison? If the current market price is lower than the intrinsic value, then it is underpriced, so we can buy the share. If the current market price is more than the intrinsic value, then it is overpriced, so it is good to sell the shares as it may come down to the real intrinsic value. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിനെ കാട്ടി ലെസ്സായി നിൽക്കുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇസ് ലോവർ ദാൻ ദ ഇൻട്രിൻസിക് വാല്യൂ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ പർട്ടിക്കുലർ ഷെയർ ഇസ് അണ്ടർ പ്രൈസ്ഡ്, സോ വി ക്യാൻ ബൈ ഷെയർസ്. സോ നമ്മുടെ ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബൈ അണ്ടർ പ്രൈസ്ഡ് സെക്യൂരിറ്റീസ് ആൻഡ് സെൽ ഓവർ പ്രൈസ്ഡ് സെക്യൂരിറ്റീസ് എന്നാണ്. സോ ഇവിടെ നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ ഇൻട്രിൻസിക് വാല്യൂവിനെ കാട്ടി കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ അണ്ടർ പ്രൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ ഒരു ബൈ എന്നുള്ളൊരു ഡിസിഷനാണ് അതിൽ നിന്നും എടുക്കേണ്ടത്. ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഫോർ ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ടു റൈസ് അപ്പ് ടു ദ റിയൽ ഇൻട്രിൻസിക് വാല്യൂ വെൻ ദ മാർക്കറ്റ് സ്റ്റഡീസ് അപ്പ്. ആൻഡ് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഇസ് more than the intrinsic value, then it is overpriced, so it is good to sell the share. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിനെ കാട്ടി ഹൈ ആയി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ, അതായത് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഫേസിൽ നിൽക്കുന്ന സമയമാണ്. സോ ആ സമയത്ത് നമ്മൾ സെല്ല് ചെയ്യാനാണ് നോക്കേണ്ടത്. ബിക്കോസ് ദ ഷെയർ മേ കം ഡൗൺ ടു ഇറ്റ്സ് റിയൽ ഇൻട്രിൻസിക് വാല്യൂ ആഫ്റ്റർ സം ടൈം. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഷെയർ സെല്ല് ചെയ്യുന്ന വഴിയാണ് നമ്മൾ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ പ്രോഫിറ്റ് അക്യൂർ ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ, ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് 50 റുപ്പീസാണ്. പക്ഷേ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസാണ്. സോ അവിടെ ഒരു ലോവർ വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. സോ ഇൻ ദാറ്റ് കേസ് വി വിൽ ബൈ ദ ഷെയർസ് ബിക്കോസ് ലേറ്റർ ദിസ് വാല്യൂ ക്യാൻ ഇൻക്രീസ് അപ് ടു 50 റുപ്പീസ്. So that time we can acquire a profit of ₹20 from per share. And in the other case, if the intrinsic value we calculated is ₹50
and the current market price is rupees 75, then we will sell the shares, because now the market may be in a good state, but later it can come down to its intrinsic value. So it is the best time to make a profit of rupees 25 per share by selling it. So with the help of this intrinsic value, we can decide whether to buy or sell a particular share. Next we have EIC Analysis Framework, which is Economy, Industry and Company Analysis Framework. The fundamental analysis is also known as EIC analysis. ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസിനെ എക്കണോമി, ഇൻഡസ്ട്രി, കമ്പനി അനാലിസിസ് എന്നും വിളിക്കാറുണ്ട്, ബിക്കോസ് ദ അനാലിസിസ് ഓഫ് എക്കണോമി, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി ഫണ്ടമെൻ്റൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ ആക്ടിവിറ്റി ഇൻ ദ ഫണ്ടമെൻ്റൽ അപ്രോച്ച് ടു സെക്യൂരിറ്റി അനാലിസിസ്. ബിക്കോസ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ വരുന്ന 3 മെയിൻ ആക്ടിവിറ്റീസ് ആണ് ഈ എക്കണോമി അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. The logic of this 3-tier analysis is that the company performance depends not only on its own efforts but also on general industry and economy factors. ഈ 3-tier അനാലിസിസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ പെർഫോമൻസ് അതിൻ്റെ മാത്രം എഫേർട്സിൻ്റെ ബേസിസിലല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ കമ്പനി ഇൻവോൾവ് ചെയ്യുന്ന പർട്ടിക്കുലർ ഇൻഡസ്ട്രി, അത് റൺ ചെയ്യുന്ന ആ എക്കണോമി, അങ്ങനെ ഈ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത്. ബിക്കോസ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ക്യാൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്റ്റ് ദ വർക്കിംഗ് ഓർ പെർഫോമൻസ് ഓഫ് എ കമ്പനി. ആൻഡ് ദീസ് അനാലിസിസ് ക്യാൻ ബി ഡൺ either top to down or bottom to up. In top to down approach, the analysis starts from the economy and ends with the company, whereas in bottom up approach it is a reverse process where the analysis starts from the company and ends in economy. Both the methods or approaches are correct, but the widely used approach in fundamental analysis is top down approach. നമുക്ക് ഏത് അപ്രോച്ച് ഉപയോഗിച്ച് വേണമെങ്കിലും ഫണ്ടമെൻ്റൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. ബോത്ത് ആർ കറക്റ്റ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണെങ്കിലും ബോട്ടം അപ്പ് അപ്രോച്ച് ആണെങ്കിലും നമ്മുടെ റിസൾട്ട് സെയിം ആയിരിക്കും. പക്ഷേ ആ ഒരു പ്രോസസ്സ് ആകുമ്പോൾ നമ്മൾ മെയിൻ ഐറ്റമാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഈ ഒരു ഫ്രെയിം വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്കണോമിയാണ്, ബിക്കോസ് ആ കമ്പനി വർക്ക് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ എക്കണോമിയിലാണ്. സോ നമ്മൾ ആദ്യമേ എക്കണോമി ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും, അതിനുശേഷം ഇൻഡസ്ട്രിയിലെ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യും, അതിനുശേഷമാണ് അറ്റ് ലാസ്റ്റ് കമ്പനി ഫാക്ടേഴ്സ് അനലൈസ് ചെയ്ത് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത്. So this is all about EIC analysis framework in fundamental analysis. So next we have the factors affecting the performance of a company. So നമ്മൾ ഈ അനാലിസിസ് എല്ലാം നടത്തുന്നത് തന്നെ ഈ ഫാക്ടേഴ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഒരു കറണ്ട് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ബിക്കോസ് ഈ ഫാക്ടേഴ്സ് എല്ലാം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മുടെ കമ്പനിയുടെ ഷെയർ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും. So here we have mainly 3 factors: economy-wide factors, industry-wide factors and company-specific factors. First one, economy-wide factors. Economy-wide factorsൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രോത്ത് റേറ്റ് ഓഫ് ദ എക്കണോമി, ഇൻഫ്ലേഷൻ റേറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഗ്രോത്ത് റേറ്റ് ഓഫ് ദ എക്കണോമി എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് GDP ആണ്. ഒരു കൺട്രിയുടെ GDP റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ NNP, NDP ഇതെല്ലാം ഈ ഗ്രോത്ത് റേറ്റ്സിൽ വരുന്ന കാര്യങ്ങളാണ്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണത്. നെക്സ്റ്റ് വൺ ഇൻഫ്ലേഷൻ റേറ്റ് ആണ്, അതായത് പണപ്പെരുപ്പം, ആ ഒരു സാധ്യതയാണ് നമ്മൾ എക്കണോമിയിൽ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡിൽ വരുന്ന സർപ്ലസും ഡെഫിസിറ്റിൻ്റെയും അതാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതെല്ലാം ഫാക്ടേഴ്സാണ് എക്കണോമിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എക്കണോമിക് ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. ആൻഡ് ദ ഇൻഡസ്ട്രി വൈഡ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഇൻ ദ ഇൻഡസ്ട്രി, ദ എമർജൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ആൻഡ് ദ ചേഞ്ച് ഇൻ ഗവൺമെൻറ് പോളിസി റിലേറ്റിംഗ് ടു ദ ഇൻഡസ്ട്രി. സോ ഒരു കമ്പനി ഏതൊരു ഇൻഡസ്ട്രിയിലോട്ടാണ് ബിലോങ് ചെയ്യുന്നത്, either IT ഓർ ഓട്ടോമൊബൈൽ ഓർ ഫാർമ ഓർ വാട്ട് എവർ ഇറ്റ് ബിലോങ്സ് ടു, ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ്, ദ എമർജൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്, പിന്നെ ഗവൺമെൻറ് പോളിസിയിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊക്കെയാണ് ഇൻഡസ്ട്രി വൈസ് നമ്മുടെ കമ്പനീനെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഇസ് കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഏജ് ഓഫ് ഇറ്റ്സ് പ്ലാന്റ്,
quality of management, brand image of the products, its labor management relations, etc. സോ ലാസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് ആണ്. ബിക്കോസ് ഈ ഫാക്ടേഴ്സ് ആ കമ്പനിയെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. മുകളിൽ പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സും ഓൺ ദ ഹോൾ എല്ലാ കമ്പനീസിനെയും എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. So those factors, those two factors such as the economy and the industry factors are little bit uncontrollable, but whereas the company specific factors are little bit controllable from the company side. Because all these factors relate to the performance of a company and this can be identified and made better. So these are the various factors affecting the performance of a company. So next we have the steps in fundamental analysis. As we have said, there are mainly three steps: economy analysis, industry analysis and company analysis. So in the coming sessions we will discuss in detail about all these analysis so we can understand clearly how a fundamental analysis is conducted. So in this session we discussed about the various basic concepts of fundamental analysis such as intrinsic value, the decision we make with intrinsic value, the EIC analysis framework and the various factors affecting the performance of a company. So hope all are clear with the topic. So in the next session we will deal with another part of fundamental analysis. Thank you.